വന്നിട്ട് 3-4 ദിവസമായാലും എന്താ ഒരു വിഷമം? അവള് വിളിച്ചിരുന്നടേ. ഭാര്യ അവൾ ഇങ്ങോട്ട് കയറി പോരാൻ പോകുന്നു. അതിന് സന്തോഷിക്കല്ലേ ഉണ്ട്. അവൾക്ക് എന്നെ സംശയം കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് കയറി പോരാൻ പോകണമെന്ന് പറഞ്ഞത്, അല്ല സ്നേഹം കൊണ്ടല്ല. ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴൊക്കെ അതിനകത്ത് കുറേ പെൺപിള്ളേരുടെ കൂടെയൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ ഇട്ട്, കുറേ പെൺപിള്ളേരുടെ കൂടെ ഇന്നലെ ഒന്ന് ഫോട്ടോ എടുത്തില്ലേ, അത് ഇട്ടപ്പോഴത്തേക്ക് അത് കണ്ടിട്ട് അവൾക്ക് പ്രശ്നം. അത് ഈ എല്ലാ ഭാര്യമാർക്കും ഇതൊക്കെ തന്നെ സെൽഫിഷാണ്. വെച്ചിട്ട് ഇങ്ങനെയുണ്ടോ? അല്ല, അപ്പരങ്ങ് പാതാളത്തിൽ നിങ്ങളിങ്ങ് ഭൂമിയിലും അല്ലേ, സമാനം കിട്ടുമോ? അല്ല അങ്ങനെ പറയാൻ തമ്പുരാനും അത്ര കേമനൊന്നും അല്ല. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു, യൂട്യൂബ് നോക്കണ രീതിയിൽ ഭാര്യയുടെ ഓൺലൈൻ ചെക്ക് ചെയ്യുന്നു. അതിന് സംശയമൊന്നുമില്ല. അവിടെ പാതാളത്തിലെ കുറെ അഴുക്ക ഉമ്മാരുണ്ട്, രാക്ഷസന്മാർ. ഇമാര് നമ്മളെ വീട്ടിന് ചുറ്റായി കിടന്ന് കറങ്ങ പോയി. അപ്പൊ എനിക്ക് ഡൗട്ട് അടിക്കൂലേ പിന്നെ? അപ്പോൾ ഭാര്യയും കരുതും ഭൂമിയിൽ കുറച്ച് രാക്ഷസിമാരുണ്ടെന്ന്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റൂല, സഹിക്കുക. ഞാൻ ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്തത്. ഞാൻ പൂച്ചേരെ കാലാണ് ലോക്കിട്ടേക്കുന്നത് ഫോണിൻ്റെ. ഇനി അതുകൂടെ ഉള്ളു ഇടാൻ. എങ്കിലും മാന്തി പൊളിക്കും. അതെ, സകലതും കണ്ടുപിടിച്ചെന്ന്. വിഷമമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാമോ? അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ? പറയുമ്പോൾ അടുത്ത സ്ഥലത്ത് പോകണ്ടേ? ഇവിടെ നിൽക്കുമ്പോഴാണ് ആകെ ഇച്ചിരി സമാധാനമുള്ള 10 ദിവസം കിട്ടണത്. അങ്ങോട്ട് പോയാൽ കഷ്ടപ്പാടാണ്. ചായയാണ് എൻ്റെ കടയിൽ നിന്ന് നല്ല അടിച്ച് പതച്ച ഒരു ചായ, ചൂടായിട്ട് നല്ല ഒരു പഴംപൊരിയും കൂടെ എടുത്ത് കഴിച്ചോണ്ട് കേട്ടപ്പോൾ തന്നെ ഒരു പോയാലോ. ഇത് പറഞ്ഞാലേ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ആദ്യം ചായയും കടി, അവിടെ നിന്ന് നമുക്ക് ഭവന സന്ദർശനം. എൻ്റെ കുടയുടെ മണി 12 ആയാലും ഇവള് ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ് ഇങ്ങോട്ട് കണ്ടൂടെ പറഞ്ഞത്. എടി മണി 12 ആയി, റീലെടുക്കാൻ സമയം. നീ എന്തിന്റെ ഒരുങ്ങി മനുഷ്യനോടെ നിങ്ങൾക്ക് ഇരുന്ന് പറഞ്ഞുകൂടാത്ത വീട്ടിലെ എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യണം എന്നും പറഞ്ഞോട്ട് റീൽ എടുക്കണ്ടേ? മണി 12 ആയില്ലേ? കണ്ടന്റ് ഇന്നലെ നമ്മളെ മറ്റേ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ ആ കണ്ടന്റ്? ക്യാമറ പറഞ്ഞു ഡേയ് എന്താ വാടകത്തി വന്നാണ് ഇത്തിരി ക്യാമറ പിടിക്കാൻ വേണ്ടിട്ട് ചെയ്തു തരുമോ അറിഞ്ഞൂടാ, ചോദിച്ചോ. പഠിക്കണം എക്സാം ഉണ്ട്. എനിക്ക് നാളെ 2 എക്സാം ഉണ്ട്. എന്നെ കൊണ്ട് പറ്റും എന്നും പറഞ്ഞ എനിക്ക് പഠിക്കണ്ടേ? നിങ്ങൾ അതേ സ്വഭാവം തന്നെ മക്കൾ കിട്ടിയിരുന്നത്. അമ്മ എക്സാം ആയോണ്ടല്ലേ, മാർക്ക് ഉണ്ടായിരുന്നാ മതി. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവൂടെ? നമ്മളിപ്പോ റീലിന് വേറെ നമ്മളതിൽ ക്യാമറമാനൊന്നും ഇല്ല. നിങ്ങളല്ലേ ഇത് എടുത്തു തരേണ്ടത്, പിന്നെ വേറെ ആരെടുക്കും ഇത്? പഠിക്കണം. നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞൊരു ക്യാമറമാനെ വെക്കാം. കൂടെ പഠിച്ച പെണ്ണിനല്ലേ എനിക്കറിയാം. കൂടെ പഠിച്ച പെണ്ണ യാത് പെണ്ണ്? നീ എന്തിട്ട് അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞു? എനിക്കറിയാം. യാത് പെണ്ണ്? കൂടുതലൊന്നും പറയണ്ട. ആ മിനിയുടെ കാര്യമല്ലേ നീ പറഞ്ഞോണ്ട് പറഞ്ഞ? അവളാരും തന്നെയല്ല. അവളെന്ത് ക്യാമറമാനെ വെച്ചാൽ വല്ല പ്രശ്നം വല്ല ഉണ്ടാ? പറ്റൂല. ആണുങ്ങൾ വേണ്ട, ആണുങ്ങൾ ശരിയാവൂല. ആണുങ്ങൾ വേണ്ട, അതുകൊണ്ട് നിങ്ങൾക്ക് ഞരമ്പ് രോഗം. നീ മിണ്ടായിരുന്നാണ് ഞാൻ വല്ലം വിളിച്ചു കേട്ടോ. നീ എന്തരടി പറഞ്ഞ ഞരമ്പ് രോഗം ഒന്നല്ലേ എനിക്ക്? മതിയായടി, ഞാൻ നിർത്തി പരിപാടിയെല്ലാം. ഞാൻ നിർത്തി, ഞാൻ പോണ്. ഇതോടെ എല്ലാ പരിപാടിയും നിർത്തി പോണ് ഞാൻ. മതിയാക്കി. മക്കളെ അച്ഛൻ്റെ ചെരുപ്പിഞ്ഞടിക്കടേ. വെള്ളം തഴിച്ചിട്ട് വയ്യ. അല്ലെങ്കിലും എടുക്കണേ. അച്ഛൻ ഇവിടെ എന്തൊരു വില. മക്കളെ അമ്മ പറയുമ്പോഴേ കേൾക്കുള്ളൂ. പോണം. ശരി. നീ വിളിക്കലില്ലേ? പിന്നെ സ്വന്തം വീട്ടിൽ ഒളിഞ്ഞു കേട്ടോ. ഇവനെ ഡാടാ പാടാ ഇത് ഞങ്ങളെ കാര്യങ്ങൾ കേട്ടാ. നീ എൻ്റെ കാര്യം നോക്കി പോയാണ്. ഞാൻ ഒളിഞ്ഞു നോക്കും, ഞാൻ പലതും ചെയ്യും. നീ ആര് ചോദിക്കാൻ? അല്ലെങ്കിൽ ഞാൻ എന്തരന്നെ പോണം? ഞാനും കൂടെ അല്ലേ ഈ ചാനൽ വളർത്തി വലുതാക്കിയത്. അവളെ നിപ്പ് കണ്ടില്ലേ, കല്ല് പോലെ. എനിക്ക് മനസ്സിലായിടേ, നീ മനസ്സിലായി. എന്നെ പറഞ്ഞു വിട്ടിട്ട് വേറെ ഒരുത്തനെ കല്യാണം കഴിച്ച് ഈ സംഭവമൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടിയല്ലേ നിന്റെ? അനാവശ്യം പറഞ്ഞാൽ നീ എന്തിരി ഓടി? എനിക്ക് ഇപ്പൊ അറിയണം. പറ, നീ എന്തിരി? പഴയ സ്വഭാവം എടുക്കരുത്. ആരാ പഴയ സ്വഭാവം? എന്റെ വേറൊരു മുഖം കാണും നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെ തല്ലു പിടിക്കല്ലേ? ഇതായത് ഇവിടെ പ്രച്ഛന്ന വേഷ മത്സരം നടക്കണില്ല. താൻ പോകുക അങ്ങോട്ട്. ഇവിടെ മെയിൻ പ്രശ്നം ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും. എന്റെ പൊന്നുമോനെ, ഇത് പ്രച്ഛന്ന വേഷമല്ല. പിന്നെ ഞാൻ ഒറിജിനൽ മാവേലിയാണ്.
അയ്യോ പാതാളത്ത് നിന്ന് വന്നെയാണ് ഓണമായിട്ട് നിങ്ങളെ കാണാൻ വന്നത്. ഞാൻ നിങ്ങളെ ചാനലൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും നിങ്ങളെ വഴക്ക് കൂടുന്ന വീഡിയോകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ കിടന്ന് വഴക്ക് കൂടും. എന്താ അങ്ങ് പാതാളത്തിൽ വരാൻ ശരിയല്ല. ആണുങ്ങളല്ലേ, അവര് വേല ചെയ്തുകൊണ്ട് വരണവരല്ലേ. മോനെ പൊന്നെ പോലെ ഒരു കൊച്ച് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ. 2 മക്കളും നിങ്ങളൊക്കെ ചെയ്യണ വീഡിയോകളൊക്കെ എല്ലാവരും കാണണതാണ്. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. എന്റെ പ്രജകൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ മോളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ആദ്യത്തെ വീഡിയോ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഒരു മിനിറ്റ് ഈ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഈ ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കും. ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് വരെ ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ടില്ലല്ലോ. അങ്ങനെ മനസ്സിലായി വലിയ ഇഷ്ടമാണ്. അല്ല ഒരു കാര്യം പറയണം, ഈ പേഴ്സണൽ മെസ്സേജ് എന്ന് പറഞ്ഞപ്പം ഈ എപ്പോഴാണ് ഇട്ടത് എങ്ങനെയാണെന്ന് ഞാനൊരു ദിവസം രാത്രി ഇങ്ങനെ ഞാൻ വെറുതെ ഉറക്കം വരാതിരുന്നപ്പോ ഇങ്ങനെ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ നല്ലൊരു വീഡിയോ അങ്ങനെ ഒരു നല്ല മെസ്സേജ് ഇഷ്ടം അതെ നല്ല മോളല്ലേ, നല്ലതാണ്. അപ്പൊ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. എത്ര കാലം തൊട്ടാണ് ഈ സപ്പോർട്ട് തുടങ്ങിയെന്നൊന്ന് പറയാമോ? അല്ല അത് ഒരു ടോൺ മാറിയ ഒരു സംസാരം. അല്ല അത് ഞാനിപ്പോ ഭർത്താവാണല്ലോ, എനിക്കത് അറിയണമല്ലോ ഈ എത്ര കാലം കൊണ്ട് ഈ സപ്പോർട്ട് തുടങ്ങിയെന്നുള്ള കാര്യം അറിയണമല്ലോ. എന്റെ പ്രജകളാണ്, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ അംഗീകരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കർത്തവ്യം. അപ്പൊ ഞാൻ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി. ഈ സപ്പോർട്ട് എത്ര കാലം തൊട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അനാവശ്യം സംസാരിക്കരുത്. അനാവശ്യം സംസാരിക്കരുത്. ഞാൻ ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മഹാരാജാവാണ്. എനിക്ക് ചിലപ്പോ ദേഷ്യം യാതൊരു രാജ്യത്തെ മഹാരാജൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കേരളം ഭരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആയിക്കോട്ടെ, എനിക്ക് എന്റെ 10-200 വർഷം മുമ്പുള്ള എന്റെ സ്വഭാവം ഞാൻ അറിഞ്ഞ് ഞാൻ പറ്റിച്ചെന്നേ. അടിക്കൂല്ലേ? അടിക്കും. ഒന്ന് അടിച്ചോ. നിങ്ങൾ എന്താ കാണിക്കുന്നു? കാണിച്ച പരിപാടി ഉണ്ടാ? ഞാൻ മഹാബലിയാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഞാൻ കള്ളക്കാമുകനാണെന്നാണ് പുള്ളി പറയണത്. സഹോദര, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഭാര്യയാണ് ഇത്. എന്റെ ഭാര്യക്ക് 1 വർഷം കൊണ്ട് മെസ്സേജ് അയക്കണുണ്ടെന്ന്. നല്ല വീഡിയോ ആയിരുന്നു, മോള് നന്നായിട്ട് ചെയ്തു, നല്ല വീട്ടമ്മയായിട്ട് നല്ല അമ്മയായിട്ട് മക്കളും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഞാൻ മെസ്സേജ് ചെയ്തത്. അല്ലാതെ മോശമല്ല. പുള്ളി വെജിറ്റേറിയൻ ആണ്. എന്തിനാണ് വെജിറ്റേറിയൻ ആണ്? ശുദ്ധ വെജിറ്റേറിയൻ. ഓ, ശുദ്ധ വെജിറ്റേറിയൻ. പുള്ളി മോശമായിട്ടൊരു സന്ദേശം സ്വന്തം ഭാര്യയ്ക്ക് പോലും അയക്കില്ല. സത്യം. നോക്കാറില്ല, അറിയാം. അത് കണ്ടാലും മനസ്സിലാവും. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. ശരി, നിങ്ങളെ തെറ്റിദ്ധരിച്ചതാണ്. പുള്ളി നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പുറത്തേക്ക് മാറിപ്പോയതും പുള്ളി ഇങ്ങോട്ട് കയറി വന്നു. പെട്ടെന്ന് ഇത്തിരി ധൃതിയുള്ള മനുഷ്യനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാതാളത്തിൽ നിങ്ങൾ വന്നത് നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്ത് ഓണം കൂടാനും നിങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഓ, അതാണ്. കേട്ടാ, അടിയൊന്നും ഉണ്ടാവില്ല. കൈ കൊടുത്ത് നല്ല സന്തോഷമായിട്ട് നല്ല വീഡിയോസ് ആണ് ഞാൻ കാണാറുണ്ട്. ഞാൻ കുടുംബത്തോടെ ഇരുന്ന് കാണാറുണ്ട്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ ഈ പെട്ടെന്ന് ഇങ്ങോട്ട് ബി പി കൂടി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സംശയത്തിന്റെ പ്രശ്നമല്ല. അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. മക്കളെല്ലാരും നല്ല. അപ്പൊ ഈ ഓണം നിങ്ങളെ കൂടെയാണ്. നമുക്ക് അകത്തോട്ടിരുന്ന് ഇതൊക്കെ എടുത്തു. ഇനിയിപ്പോ റീല് നമുക്ക് നാളെ എടുക്കാലും. തമ്പുരാൻ വന്നല്ലേ, നമുക്ക് എന്തായാലും ഒരു സെൽഫി എടുത്തിട്ട് പോവാം. സെൽഫി ഒക്കെ എടുത്ത് പിന്നെ അവിടെ കൊണ്ടുപോയി എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാവുള്ളൂ. എനിക്ക് വയ്യ.